നമസ്കാരം. പുണ്യവും പ്രാപ്തിയുമുള്ള ഭക്തർക്ക് മാത്രം എത്തിപ്പെടാനാവുന്ന ഇനിയൊരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ പിറക്കില്ല എന്ന് തലയെഴുത്തുള്ള പുനർജന്മമില്ലാത്തവർ മാത്രം എത്തിപ്പെടുന്ന ഒരു മോക്ഷക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു സർവാംഗസുന്ദരി സമേത സർഗുണനാഥേശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവാരൂർ ജില്ലയിൽ അരിസിലാറിന്റെ കരയിൽ കരുവേലി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ സർഗുണനാഥേശ്വരർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി സർവാംഗസുന്ദരി എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. പ്രധാനമായും പുനർജന്മമില്ലാത്തവർ മാത്രം എത്തിപ്പെടുന്ന ഒരു മോക്ഷക്ഷേത്രമാണിത്. ഇതേപോലെ പുനർജന്മമില്ലാത്തവർക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന അഗസ്ത്യ മഹർഷിക്ക് പോലും പ്രവേശനമില്ലാത്ത തേപ്പെരുമാനല്ലൂർ രുദ്രാക്ഷേശ്വരർ കോവിലിനെ പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട്. കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള പ്രശസ്തമായ 276 ശിവക്ഷേത്രങ്ങളിൽ 126ാമത്തേതും പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാളിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 63ാമത്തേതുമാണ് ഈ ക്ഷേത്രം. പുരാണങ്ങളിൽ കരുവിലി എന്നായിരുന്ന പ്രദേശമാണ് പിന്നീട് കരുവേലി എന്നായത്. 63 നായന്മാരിൽ അപ്പർ സ്വാമികൾ ഇവിടുത്തെ മൂലവരെ പറ്റി പതികം പാടിയിട്ടുണ്ട്. അഷ്ടദിക്പാലക സ്ഥലങ്ങൾ എന്നറിയപ്പെടുന്ന അഷ്ടദിക്പാലകർ പൂജിച്ച തമിഴ്നാട്ടിലെ 8 സ്ഥലങ്ങളിൽ യമധർമ്മൻ പൂജിച്ച സ്ഥലമാണിത്. ഇത് തെക്ക് ദശയുടെ സ്ഥലമായും കരുതപ്പെടുന്നു. മാർക്കണ്ഡേയനെ വധിക്കാനെത്തിയ യമൻ വീശിയ പാശം ശിവലിംഗത്തിൽ സ്പർശിച്ചു. ആ പാപം നീങ്ങാൻ ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഇവിടെയുള്ള തീർത്ഥത്തിൽ നീരാടി ശിവഭഗവാനെ പൂജിച്ച് പാപം മാറ്റി യമൻ യമലോകത്തേക്ക് പോയെന്നാണ് ഐതിഹ്യം. അതിനാൽ ഇതൊരു യമഭയം മാറ്റും സ്ഥലമായും അറിയപ്പെടുന്നു. ശ്രീപാർവതി തന്റെ സകല സൗന്ദര്യവും ശിവഭഗവാന് മുന്നിൽ കാണിച്ച ഇടവും പാർവതി ദേവിക്കായി ശിവഭഗവാൻ നടനമാടിയ സ്ഥലവും ഇതാണ്. കരുവേലി സർഗുണനാഥർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ബ്രഹ്മദേവന്റെ മാനസപുത്രനായ ദക്ഷ പ്രജാപതി മകൾ ദാക്ഷായണിയെയും മരുമകൻ ശിവഭഗവാനെയും ക്ഷണിക്കാതെ ഒരു യാഗം നടത്തി. അതിനാൽ തന്റെ പിതാവിനെ ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരുവാൻ ശിവഭഗവാന്റെ എതിർപ്പിനെ മറികടന്ന് ദാക്ഷായണി യാഗശാലയിലേക്ക് പുറപ്പെട്ടു. ക്ഷണമില്ലാതെ വന്ന മകളെ യാഗശാലയിൽ അതിഥികളുടെ മുന്നിൽ വെച്ച് ദക്ഷൻ അപമാനിച്ചു. അപമാനം താങ്ങാനാവാതെ ദക്ഷനെ ശപിച്ചുകൊണ്ട് ദാക്ഷായണി യാഗകുണ്ഡത്തിൽ ആത്മാഹുതി ചെയ്തു. വിവരമറിഞ്ഞ് കോപിഷ്ഠനായ ശിവഭഗവാൻ വീരഭദ്രരെയും കാളിയെയും അയച്ച് ദക്ഷന്റെ യാഗം നശിപ്പിച്ച് ദക്ഷനെ വധിച്ചു. എന്നിട്ടും കോപമടങ്ങാതെ ശിവഭഗവാൻ യാഗശാലയിലെത്തി ദാക്ഷായണിയുടെ മൃതദേഹം തോളിൽ ചുമന്നുകൊണ്ട് സമനില തെറ്റിയ പോൽ നടനമാടി. ശിവഭഗവാന്റെ രുദ്രതാണ്ഡവത്തിൽ 7 ലോകങ്ങളും നടുങ്ങിവിറച്ചു. ദേവന്മാർ ശ്രീമൻ മഹാവിഷ്ണുവിനെ സമീപിച്ച് ശിവഭഗവാനെ ശാന്തനാക്കാൻ അഭ്യർത്ഥിച്ചു. ശ്രീമൻ നാരായണൻ തന്റെ സുദർശന ചക്രത്താൽ ദാക്ഷായണിയുടെ മൃതദേഹത്തെ 51 തുണ്ടുകളാക്കി. ആ ഉടൽഭാഗങ്ങൾ 51 എടുത്ത് തെറിച്ചു വീണു. അവയാണ് മഹാശക്തിപീഠങ്ങൾ. പിന്നീട് ശിവഭഗവാൻ മനസമാധാനമില്ലാതെ ഉന്മാദാവസ്ഥയിൽ ലോകം മുഴുവനും അലഞ്ഞു. അവസാനം ഭഗവാൻ വിശ്രമിച്ച ഇടമാണ് കരുവിലി എന്നാണ് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. പിന്നീട് പർവ്വതരാജന്റെ മകളായി പുനർജനിച്ച ശക്തി പാർവതി എന്ന നാമത്തിൽ ഈശനോട് ചേരാൻ തപമിരുന്ന സ്ഥലമാണ് ഇവിടെ അടുത്തുള്ള അംബാസമുദ്രം. ദേവി പ്രപഞ്ചത്തിലെ മുഴുവൻ അഴകും ആവാഹിച്ച് സർവാംഗസുന്ദരിയായി ഭഗവാന് മുന്നിലെത്തിയപ്പോൾ ഭഗവാന്റെ മനസ്സ് കുളിർന്നു. ഭഗവാൻ കൊടുകൊട്ടി എന്ന നടനം ഭഗവതിക്ക് മുന്നിലാടിയതിനാൽ ഈ കോവിൽ കൊട്ടിടെ എന്നെല്ലാം അറിയപ്പെട്ടു. ശ്രീപാർവതി പിന്നീട് ശ്രീ പരമേശ്വരനെ വിവാഹം ചെയ്ത് ഇവിടെ കുടികൊണ്ടു എന്നാണ് കഥ. വേറൊരു ഐതിഹ്യം. സർഗുണൻ എന്ന തീവ്ര ശിവഭക്തനായ രാജാവ് ഇവിടെ ശിവഭഗവാനെ പൂജിച്ച് തനിക്കിനി പുനർജന്മം വേണ്ട എന്ന് പ്രാർത്ഥിച്ചതിനാൽ ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് മോക്ഷമരുളി. കരു എന്നാൽ തമിഴിൽ ഭ്രൂണം. ഇനി കരു ഇല്ല, അതായത് ഇനി മാതാവിന്റെ ഭ്രൂണത്തിൽ പിറക്കില്ല എന്നതിനാൽ ഈ പ്രദേശം കരുവിലി എന്നും ഇപ്പോഴിത് കരുവേലി എന്നും അറിയപ്പെടുന്നു. അതേപോലെ കൊടുകൊട്ടി എന്നത് ശിവനടനം. അതിനാൽ കോവിലിന്റെ പേര് കൊട്ടിടെ എന്നും ഇപ്പോഴിത് സർഗുണപുരം എന്നും ഈശൻ സർഗുണനാഥേശ്വരർ എന്നും അറിയപ്പെടുന്നു. കൊടുകൊട്ടി ശിവനടനം ഭഗവാൻ ശിവൻ ത്രിപുരം എരിച്ചതിനു ശേഷമാടിയ ആനന്ദതാണ്ഡവത്തിന്റെ ഒരു അംശമാണെന്നാണ് ക്ഷേത്ര ഐതിഹ്യത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഏകദേശം 1500 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്നതും 3 നില രാജഗോപുരത്തോടെ കിഴക്ക് ദർശനമായി നിലകൊള്ളുന്നതുമായ അരുൾമികു സർഗുണനാഥേശ്വരർ തിരുക്കോവിൽ ചോഴരാജാക്കന്മാർ പുനർനിർമ്മാണം ചെയ്തതായിരിക്കാമെന്നാണ് അനുമാനം. അപ്പർ സ്വാമികൾ ഇവിടം സന്ദർശിച്ച് പതികം പാടിയിട്ടുള്ളതിനാൽ ഇത് 7ാം നൂറ്റാണ്ടിന് മുമ്പുണ്ടായിരുന്ന കോവിലാണെന്നാണ് പറയപ്പെടുന്നത്. 2017 ജൂൺ മാസത്തിലാണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. ക്ഷേത്ര മുൻവശത്താണ് യമതീർത്ഥം. യമതീർത്ഥത്തിന് നടുവിൽ ശിവപ്രതിഷ്ഠ. മനോഹരമായ പ്രവേശന കവാടം കടന്ന് അകത്തേക്ക് കയറിയാൽ രാജഗോപുരം. രാജഗോപുരത്തിന് മുൻവശത്തായി നന്ദിമണ്ഡപം, കൊടിമരം, ബലിപീഠം. പ്രധാന സന്നിധിയിൽ ശ്രീപരമേശ്വരൻ സർഗുണനാഥേശ്വരർ എന്ന നാമത്തിൽ സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഈ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഇനിയൊരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ പിറക്കാൻ അവസരം ലഭിക്കില്ല, മോക്ഷം എന്നാണ് വിശ്വാസം. പുനർജന്മമില്ലാത്തവർ മാത്രമേ ഇവിടെ എത്തൂ, അല്ലാത്തവർക്ക് ശ്രമിച്ചാലും സാധിക്കില്ല എന്നാണ് വിശ്വാസം.
പ്രധാനമായും നല്ല സ്വഭാവ ഗുണങ്ങളുള്ളവർക്ക് എക്കാലവും അത് നിലനിൽക്കുമെന്നും മോശം സ്വഭാവമുള്ളവർ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങൾ വരുമെന്നുമാണ് പറയുന്നത്. അമ്പാൾ തനിസന്നിധിയിൽ കിഴക്ക് ദർശനമായി നാമത്തിന് തുല്യമായ അഴകോടെ സർവാംഗസുന്ദരി, കാമാക്ഷി അമ്പാൾ എന്നീ നാമങ്ങളോടെ പുഞ്ചിരി വിരിയുന്ന അധരങ്ങളോടെ ഭക്തരുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ കാതോർത്തുകൊണ്ട് നിൽക്കുന്നത് പോലെയുള്ള സുന്ദരമായ പ്രതിഷ്ഠയാണ്. ദേവിയെ ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വിവാഹഭാഗ്യം വേഗം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ വിനായകർ, ബാലസുബ്രഹ്മണ്യർ, ദക്ഷിണാമൂർത്തി, ബ്രഹ്മാവ്, ദുർഗ, മഹാവിഷ്ണു, നർത്തന വിനായകർ, അർദ്ധനാരീശ്വരർ, ഭൈരവർ, ചണ്ഡികേശ്വരർ, നാൽവർ, സഞ്ജീവി ആഞ്ജനേയർ, സിംഹവാഹിനി അമ്മൻ, പേച്ചിയമ്മൻ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വില്ലും. ക്ഷേത്രതീർത്ഥം യമതീർത്ഥം. ആഗമവിധിപ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. മഹാശിവരാത്രി, മാർഗഴി തിരുവാതിര, കന്തഷഷ്ഠി, വിനായക ചതുർത്ഥി, പങ്കുനി ഉത്രം, തൃക്കാർത്തിക, ദീപാവലി, പൊങ്കൽ കൂടാതെ അമാവാസി പ്രദോഷ നാളുകളും ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. പൂജാസമയം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുവാരൂരിൽ നിന്ന് 33 കിലോമീറ്റർ, കുംഭകോണത്ത് നിന്ന് 22 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആടുതുറ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.